കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനിയാണ് മരിച്ചത്. ശരീരവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ രജനിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയായിരുന്നു നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വീണ്ടും ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു. എന്താണ് സംഭവം? കൂടുതൽ വിവരങ്ങൾ. അതിന് വളരെയധികം വേദനാജനകമായ ഒരു വാർത്ത നൽകേണ്ടി വരികയാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന് പറയുന്നത് തുടർക്കഥയാണ്. അതിനെതിരെയുള്ള സമരങ്ങളെല്ലാം തന്നെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കൊടുത്ത ഒരു വാർത്ത, അന്ന് അഭിനയം ചെയ്ത ഒരു വാർത്ത, ആ വാർത്ത ചികിത്സാ പിഴവിനിരയായ രജനിയും മറ്റൊരു യുവാവിന്റെയും വാർത്തയായിരുന്നു അത്. അന്ന് ആ വാർത്തയിലുണ്ടായിരുന്ന രജനി ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 അവർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവർ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദ്യം വരുന്നത് നവംബർ 4-നായിരുന്നു. ശരീരവേദനയ്ക്ക് ആയിരുന്നു ചികിത്സ തേടി എത്തിയത്. അന്ന് ഇവർ പോയി അവിടെ ആശുപത്രിയിൽ നിന്നും മരുന്ന് വാങ്ങി മരുന്നുമായി അവരെ തിരികെ വീട്ടിലേക്ക് അയച്ചു. അന്ന് മരുന്ന് കഴിച്ചു. പക്ഷേ പിറ്റേന്ന് ശരീരവേദന കൂടി. തൊട്ട് പിറ്റേന്ന് 5-ന് തന്നെ വീണ്ടും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്നു. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്ന ഇവരോട് 6-ന് പരിശോധന നടത്തുന്നു. 5 മുതൽ 8-ന് രാവിലെ വരെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഇവരെ കിടത്തിയിരുന്നത്. ഇവരൊരു വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കൃത്യമായ പരിശോധനയിലേക്കോ കൊണ്ടുപോയില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. 6-നാണ് ഇവർക്ക് പിന്നീട് വിശദമായ പരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നു. ആ നടത്തിയതിനു ശേഷം അവിടെ ഇത് പരിശോധിച്ച ഡോക്ടർ ഈ രജനിയുടെ CK രജനി എന്ന് പറയുന്ന 39-കാരിയുടെ ഭർത്താവ് ഗിരീഷിനോട് പറഞ്ഞ, ബന്ധുക്കളടക്കമുള്ളവരോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അവർ വ്യക്തമാക്കുന്നത് ഈ രജനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാനസിക പ്രശ്നമാണ്. ഇങ്ങനെ വേദനയുണ്ട് എന്ന് തോന്നാൻ കാരണം മാനസിക പ്രശ്നമാണ്, അതുകൊണ്ട് അതിനുള്ള മരുന്ന് തരാം എന്ന് പറഞ്ഞ് അതിനുള്ള മരുന്ന് നൽകുന്നു. 7-ന് സൈക്കാട്രി OPയിൽ ഇവരെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്നും ഗുളിക നൽകുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് 8-നാണ് ഇവർ വേദന അതികലശമാകുകയും 8-ന് രാവിലെ മാത്രമാണ് ഇവരെ അവിടെ നിന്നും നേരെ ICUവിലേക്ക് മാറ്റുന്നതായി. ആ 8 മുതൽ ഇവരെ ICUവിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെ വളരെയധികം വേദന കടിച്ചമർത്തി അത് വന്നിരുന്ന ഒരു സ്ത്രീയോട് അത് മാനസിക രോഗമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അങ്ങേയറ്റം ഹീനമായ ഒരു രീതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ആ കുടുംബം ആരോപിക്കുന്നു. പിന്നീട് അവർ വേദന കടിച്ചമർത്തി ഇന്ന് പുലർച്ചെ 3:45-ന് അവർ മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് ഈ രജനി എന്ന് പറയുന്നത് കടിയങ്ങാടുള്ള സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു. ഭർത്താവ് ഗിരീഷ് ആശാരി, പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു. ഇവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒറ്റ പ്രസവത്തിൽ 3 മക്കളാണ് ഇവർക്കുള്ളത്. അവരുടെ പേര് എന്ന് പറയുന്നത് അഭിനന്ദ്, അഭിനവ്, അഭിഷേക്. 3 കുട്ടികളും പഠിക്കുന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ആ 9-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അമ്മയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി നിരന്തരമായി നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നിരന്തരമായി കേൾക്കുന്ന വാർത്തകൾ, ഹർഷനയുടെ വിഷയത്തിലാകട്ടെ, അതിനുശേഷമുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ, കൈവിരലിന് ശസ്ത്രക്രിയ നടത്തേണ്ടത് മാറി നാവിന് ശസ്ത്രക്രിയ നടത്തുന്ന തരത്തിൽ ഒരു സർക്കാർ ആതുരാലയത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം. അതിനെതിരെ ഒരു നടപടി പോലും സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടും ഈ രജനിക്ക് ചികിത്സ മാറി നൽകിയതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും സ്വീകരിച്ചിട്ടില്ല എന്ന് അവരുടെ കുടുംബം ആരോപിക്കുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ആ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ തോതിൽ ഉയരുന്ന ആരോപണമാണ്. അത് ഇടയ്ക്കിടെ ഇരകളെ സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരാളുടെ ജീവൻ പൊലിയാൻ കാരണമാകുന്നു. ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ആതിര.